ഓക്കെ, നമസ്കാരം. നമ്മളുടെ ചാനലിൽ അങ്ങനെ ജോലിയുടെ വേക്കൻസികളൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല, നിങ്ങൾക്കറിയാം. നമ്മുടെ കയറ്റത്തിൻ്റെയും ഇപ്പം പിന്നെ LP UPയുടെ ഒക്കെ ചെറിയ രീതി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു കൊച്ചു ചാനലാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇത് ഇടാൻ കാരണം ഇത് BEdൻ്റെ വളരെ അനിവാര്യമായിട്ടുള്ള 2 ജോബ് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന് ചർച്ച ചെയ്യും, അടുത്ത ജോബ് വേക്കൻസി അടുത്ത 2 ദിവസത്തിനകം ഇടാം. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ ഡൽഹിയിലാണ് 5346 പേർക്ക് ആണ് ജോലി അധ്യാപക വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അവസാന തീയതി നവംബർ 7-ാം തീയതിയാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതായത് TGT എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നുള്ള വേക്കൻസിയിലാണ് ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഡ്രോയിങ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നിങ്ങനെ ഉള്ളതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള യോഗ്യത ഉള്ളവർക്ക് അയക്കാം. ഓക്കെ, എന്നിട്ട് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആണ് അയക്കേണ്ടത്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഹിന്ദി, സംസ്കൃതം, ഉറുദു, പഞ്ചാബി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആണ് അയക്കേണ്ടത്. ഓക്കെ, പിന്നെയുള്ള ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിസർവ്ഡ്, OBC, SC, ST, PWBD അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇവർക്കെല്ലാവർക്കും അയക്കാം. അവർക്കെല്ലാം സെപ്പറേറ്റ് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി യോഗ്യതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി ആണ്, ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ 4 കൊല്ലത്തെ ഇൻ്റർഗ്രേറ്റഡ് ഡിപ്ലോമ, അതിൻ്റെ കൂടെ BEdോ അതല്ലെങ്കിൽ 3 കൊല്ലത്തെ ഇൻ്റർഗ്രേറ്റഡ് BEd MedO വേണം. ഇത് ഈ 2 യോഗ്യതകൾ കൂടാതെ ഇപ്പം ഡിഗ്രി പ്ലസ് BEd ആയാലും അതിൻ്റെ കൂടെ എന്തോ വേണം, CTET നിർബന്ധമായിട്ടും വേണം. അപ്പം CTET നിർബന്ധമാണ് എടാ. ഓക്കെ, അതിൻ്റെ കൂടെ അർഹതപ്പെട്ട CTET ആണ്, എനിക്ക് തോന്നുന്നു കാറ്റഗറി 2 മറ്റോ ആണ്. അപ്പോൾ ഇതിന് യോഗ്യമായിട്ടുള്ള CTET, തത്തുല്യമായിട്ടുള്ള CTET ആണ് വേണ്ടുന്നത്. ഓക്കെ, പിന്നെ എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. SC, ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ് മാർക്ക് ഇത്രയും പേർക്ക് എന്തോ ഇല്ല, എക്സാമിനേഷൻ ഫീസ് ഇല്ല. പിന്നെ നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. മാക്സിമം ഏജ് 30 ആണ് എടാ, മാക്സിമം ഏജ് 30 ആണ്. എന്നാൽ അർഹതപ്പെട്ടവർക്ക്, അതായത് ഭിന്നശേഷി വിഭാഗക്കാർക്ക്, പിന്നെ നമ്മളുടെ അല്ലാതെ അങ്ങനത്തുള്ള അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും എന്തോ ചെയ്യുന്നുണ്ട്, ഏജ് ഇളവ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഏത് ബോർഡ്, ഡൽഹിയിലേക്ക് DSSSBയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണം. പിന്നെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണ് DSSB TGT റിക്രൂട്ട്മെൻ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഈ എഴുതി കാണിച്ചിരുന്ന സാധനം അങ്ങ് അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് അത് കിട്ടും. അപ്പം എല്ലാവരും അയക്കുക. ശുഭദിനം നേരുന്നു.